നമസ്കാരം. പത്മകുമാറും വാസുവും അതുപോലെ മുരാരി ബാബുവും ഒക്കെ ചേർന്ന് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ചേർന്ന് നടത്തിയ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം സർക്കാർ മുഖം രക്ഷിക്കാനാണ് കെ ജയകുമാർ റിട്ടയർഡ് IAS അദ്ദേഹത്തെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. PS പ്രശാന്ത് തന്നെ തുടരും എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ആ ബോർഡ് തന്നെ തുടരും എന്നുള്ളതായിരുന്നു അന്നത്തെ വാർത്ത. പക്ഷേ അതിനിടയ്ക്കാണ് ഈ സ്വർണ്ണക്കൊള്ള വിഷയം പൊങ്ങി വന്നത്. മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തത്, ജനങ്ങൾ അത് ഏറ്റെടുത്തത്, അയ്യപ്പ ഭക്തർ ഏറ്റെടുത്തു. അതോടുകൂടി തന്നെ PS പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ കാലാവധി നീട്ടിക്കൊടുക്കണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. അതൊരു മുഖം രക്ഷിക്കൽ നടപടി കൂടിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നു. കെ ജയകുമാർ വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെയും ചില ആരോപണങ്ങളൊക്കെ ഈ മലയാളം സർവകലാശാല VC ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവെ നിരവധി സ്ഥാനമാനങ്ങളൊക്കെ തന്നെ വഹിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ നിരവധി സ്തുത്യർഹമായ രീതിയിൽ തന്റെ ഔദ്യോഗിക ജീവിതം പൂർത്തീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. തുടർന്നും ചില ലാവണങ്ങളിലൊക്കെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനൊന്നും ഒരു പേരുദോഷം കേൾപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് കെ ജയകുമാർ, ഒരു ഭക്തനുമാണ്. അപ്പം അദ്ദേഹത്തെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. പക്ഷേ ഇതിന്റെ ഒരു മറുവശം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. കെ ജയകുമാറിന്റെ ഇപ്പോഴത്തെ ഡ്രൈവറുടെ പേര് അരുൺ എന്നാണ്. ഈ വ്യക്തി തന്നെയായിരുന്നു PS പ്രശാന്തിന്റെയും ഡ്രൈവർ. ഒപ്പം ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, ബിനു എന്നാണ് പേര്. ബിനു തന്നെയാണ് ഇപ്പോഴും കെ ജയകുമാർ സാറിന്റെ സെക്രട്ടറിയായി തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മാറ്റിയോ, ഉടനെ മാറ്റിയോ എന്നൊന്നും അറിയില്ല. നമുക്ക് അറിവ് കിട്ടിയ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും തന്നെ തുടരുകയാണ്. അവർ ചിലപ്പോൾ ദേവസ്വം ബോർഡ് സ്റ്റാഫ് ആയിരിക്കാം, എന്തുമാകട്ടെ. അപ്പം ഈ PS പ്രശാന്തിന്റെ കാലത്തും അതിനു മുൻപും ഒക്കെ തന്നെ നടത്തിയ ഇത്തരം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള തിരിമറികൾ കെ ജയകുമാർ അറിയാതെ മൂടിവെക്കാനും അല്ലെങ്കിൽ ഈ പരിപാടി തുടർന്നും നടത്താനുള്ള ഒരു നീക്കമാണോ ഇവിടെ നടക്കുന്നത്? ദേവസ്വം മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ഈ അരുണും ബിനുവും തുടരുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. എന്തൊക്കെയായാലും ശരി, ഈ തീവട്ടിക്കൊള്ള തുടരാനുള്ള ഒരു തീരുമാനമാണ് ഇവർ എടുത്തതെങ്കിൽ ശരിക്കും കെ ജയകുമാർ പെടും. കാരണം അദ്ദേഹത്തെ മുൻനിർത്തി ഇവർ പിന്നിൽ നിന്ന് കളിക്കുകയാണ്. ഒരു വേള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിടേണ്ടാത്ത ഫയലുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകാം. അതൊക്കെ തന്നെ രഹസ്യമായി തന്നെ പ്രസിഡന്റ് അറിയാതെ തിരിമറി നടത്തി അതിലും തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും നടത്താനുള്ള പരിപാടിയാണോ ഇവിടെ പ്ലാൻ ഇടുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരെ, ഈ പ്രൈവറ്റ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ ഡ്രൈവറെയും ഒന്നും മാറ്റാത്തത് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി ഒരു ദേവസ്വം സ്റ്റാഫുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പീഡനാരോപണമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായതായി ചില വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ നൽകിയിരുന്നു. അതുപോലെ തന്നെ ആ സ്ത്രീയെ അത് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തു എന്നുള്ള ചില റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അപ്പം ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതൊന്നും നൽകിയിട്ടില്ല. എന്തൊക്കെയായാലും ശരി, ഈ ബിനുവിനെയും അരുണിനെയും തുടരാൻ അനുവദിച്ചിരിക്കുന്നത് എന്തിനാണ്? കെ ജയകുമാർ സാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർക്ക് പഴയ പരിപാടി തുടരാനാണ്? അതോ PS പ്രശാന്ത് എന്ന വ്യക്തിക്ക്, അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരായിരുന്നു ഇവർ ഈ രണ്ടുപേരും, PS പ്രശാന്ത് എന്ന വ്യക്തിക്ക് ദേവസ്വം ബോർഡിലെ കാര്യങ്ങൾ അറിയാനും അതുവഴി മറ്റു പല നീക്കങ്ങൾ നടത്താനും വേണ്ടി ഇവരെ രഹസ്യ ഏജന്റുമാരാക്കി വച്ചിരിക്കുകയാണ്? ഇത്തരം സംശയങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം, ഒരു മന്ത്രി മാറുകയാണെങ്കിൽ കൂടി, ഒരേ മുന്നണിയിലുള്ള മന്ത്രി മാറുകയാണെങ്കിൽ കൂടി സ്റ്റാഫുകളെയൊക്കെ ഒന്ന് ഷഫിൾ ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട്. ഇവിടെ ഈ സ്റ്റാഫുകളെ മാറ്റാത്തത് എന്തുകൊണ്ടാണ്? ഡ്രൈവറെ മാറ്റാത്തതെന്ത്? പ്രൈവറ്റ് സെക്രട്ടറിയെ മാറ്റാത്തതെന്ത്? പഴയ രീതികൾ തുടരാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണോ? ജയകുമാർ സാറിന്റെ ആ ഒരു മുഖം മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്നതിന് വേണ്ടിയാണോ? കാരണം ഇദ്ദേഹം ദേവസ്വം ബോർഡിനെ നയിക്കും എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അവിടെ കള്ളത്തരങ്ങളൊന്നും നടക്കില്ല, ഭംഗിയായി തന്നെ ദേവസ്വം ബോർഡിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട് ജയകുമാർ സാറിന്. അപ്പം ആ വിശ്വാസവും പ്രതീക്ഷയും ചൂഷണം ചെയ്തുകൊണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രൈവറ്റ് സെക്രട്ടറിയെയും അതുപോലെ ഡ്രൈവറെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കാനുള്ള ചില കളികൾ പ്ലാൻ ചെയ്യുകയാണോ ഇവരെല്ലാവരും ചേർന്ന്? ദേവസ്വം ബോർഡിനെ ഒരു കാലത്തും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണോ ഇവരെല്ലാവരും ചേർന്ന്? ഈ CPM ആണ് ഇതിന്റെയൊക്കെ ഒരു മൊത്തം നിയന്ത്രണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡിലുണ്ട്, CPMന്റെ നോമിനിയാണ്, റിട്ടയർഡ് ആയിട്ടും അവിടെ തന്നെ തുടരുകയാണ് ഡെയിലി വേജസിൽ. അപ്പൊ ഇയാളാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇയാളുടെ ഭാര്യയും ദേവസ്വം ബോർഡ് സ്റ്റാഫായിരുന്നു. ഇത്തരത്തിൽ ഇതിനകത്തൊക്കെ ഇവരുടെ കരാളഹസ്തങ്ങൾ പിടിമുറുക്കി പാവം പിടിച്ച കെ ജയകുമാർ സാറിനെ
അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മുഖം മുന്നിൽ നിർത്തിക്കൊണ്ട് വികൃതമായ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വീണ്ടും കൊള്ളയും അതുപോലെ വെട്ടിപ്പും തട്ടിപ്പും നടത്താനും ശബരിമലയെ തകർക്കാനും ദേവസ്വം ബോർഡിനെ ഇല്ലാതാക്കാനും കോടികൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാനുമുള്ള പരിപാടികൾ നടക്കുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു.